വി.എസ്. അച്യുതാനന്ദൻ ഒന്നാം ചരമവാർഷികാനുസ്മരണത്തിന്റെ ഭാഗമായി പാർട്ടി ഓഫീസുകളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം വി.ആർ. സജി പതാക ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരപോരാളിയും CPIM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷികമാണ് CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി സമുചിതമായി ആചരിക്കുന്നത്. പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയുമാണ് സ്മരണ പുതുക്കിയത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം വി.ആർ. സജി പതാക ഉയർത്തുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി 10 വർഷക്കാലത്തിലധികവും 1989 മുതൽ CPIM-ന്റെ പരമോന്നത ബോഡിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായും ഈ കാലയളവിലെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശ്വവർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരന്ന് ഇന്നത്തെ കേരളത്തെ ഈ രൂപത്തിൽ പരുവപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ മഹാനായ നേതാവാണ് സഖാവ് വി.എസ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 1957 ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ലോകത്താദ്യമായി അധികാരത്തിൽ കേരളത്തിൽ വരുന്നു. അന്ന് ലോകം കണ്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കൂടിയായ സഖാവ് BMS-ന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ച 9-അംഗ കമ്മിറ്റി ചെറുപ്പക്കാരനായ സഖാവ് വി.എസിനെ കൂടി ഉൾപ്പെടുത്തുന്ന സാഹചര്യം 1947 ശേഷമുള്ള 57 ഗവൺമെന്റിൽ ഉണ്ടായിരുന്നുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാന്മാരായ 2 നേതാക്കന്മാർ ജയിലിലായിരുന്നു. അതിലൊന്ന് സഖാവ് AKG-യും മറ്റൊന്ന് വി.എസ്. എന്ന് പറഞ്ഞാൽ താൻ ജീവിച്ചിരുന്ന നീണ്ട കാലം മുഴുവൻ ഈ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും സംഭാവന ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാവായിരുന്ന സഖാവ് വി.എസ്. ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ കാലഘട്ടം സാമ്രാജ്യത്വ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും തൊഴിലാളി വർഗ വിരുദ്ധതയുടെയും കാലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ CIT ട്രേഡ് യൂണിയൻ സംഘടനകളുടെയോ ആഹ്വാനമില്ലാതെ ഈ രാജ്യത്തെ തൊഴിലാളികൾ സമരത്തിനും പ്രക്ഷോഭത്തിനും ഇറങ്ങി വരുന്ന സാഹചര്യം നോയിഡ പോലുള്ള സ്ഥലങ്ങളിൽ ഉയർന്നു വരുന്നു. ഇന്ത്യയുടെ അധികാര കേന്ദ്രമായ ഡൽഹിയിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പുതിയ തലമുറ ന്യൂജൻ തലമുറ ഇറങ്ങി വരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളിയുടെ സാഹചര്യത്തിൽ സഖാവ് വി.എസ്. ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഔപചാരികമായി പതാക ഉയർത്തുന്ന ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. CPIM സിന്ദാബാദ്. വി.എസ്. അനുസ്മരണ ദിനം സിന്ദാബാദ്. വി.എസ്. അനുസ്മരണ ദിനം സിന്ദാബാദ്. സഖാവ് വി.എസ്. മരിച്ചിട്ടില്ല, ഇല്ല മരിച്ചിട്ടില്ല. സഖാവ് വി.എസ്. മരിച്ചിട്ടില്ല. വൈകിട്ട് 4-ന് ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിക്കുന്ന അനുസ്മരണ റാലിയിൽ തൊഴിലാളികൾ, കർഷകർ, വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ അണിനിരക്കും. ഓപ്പൺ സ്റ്റേഡിയത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, MC ബിജു, KP സുമോദ്, ടോമി ജോർജ്, CR മുരളി, വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. രൂപങ്ങൾ, രൂപക്കൂടുകൾ, ഹൈ ക്വാളിറ്റി LED ഫോട്ടോസ് വാറന്റിയോടുകൂടി. തടി ഫ്രെയിം ഫോട്ടോകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, വാഹനങ്ങളിൽ വയ്ക്കുന്ന കാർ സ്റ്റാച്യൂസ് തുടങ്ങിയവ യഥേഷ്ടം തിരഞ്ഞെടുക്കാം.
ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന.